ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PG's World. PG's Worldന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് കുറച്ച് ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മളിന്നൊരു പെപ്പർ ചിക്കൻ അല്ല, ന്യൂസ് പേപ്പർ ചിക്കൻ. അപ്പോൾ ന്യൂസ് പേപ്പർ ചിക്കൻ ഉണ്ടാക്കാനുള്ള പേപ്പറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ നടുഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഹോൾ ചിക്കൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പേപ്പറൊക്കെ നല്ലോണം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ പേപ്പറായിട്ട് എടുത്തിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇത് പറഞ്ഞ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രോപ്പറാക്കി മടക്കിയെടുത്തില്ലെങ്കിൽ നല്ല ലെവലിൽ കിട്ടില്ല. എന്നിട്ട് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഭാഗമൊക്കെ പിന്നീട് ആവശ്യം വരും. ഇത് കണ്ടല്ലോ, നമുക്ക് ഈ പേപ്പർ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. നമ്മുടെ ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ബാക്കിയുള്ള ന്യൂസ് പേപ്പറും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം പേപ്പർ ഞാൻ കട്ട് ചെയ്തെന്ന് നിങ്ങളെ കാണിക്കുന്നില്ല, ഇത്തിരി സമയമെടുക്കുന്ന പരിപാടിയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പേപ്പർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പേപ്പറായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഉള്ളിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണം. അതിലേക്ക് ചിക്കൻ ഇറക്കി വെക്കേണ്ടതാണ്. ഏകദേശം നമുക്ക് ഇത്ര പേപ്പർ മതിയാവും. ഇനി ഇതിൻ്റെ ഇടഭാഗത്തേക്ക് നമ്മൾ കുറച്ച് പേപ്പർ ചുരുട്ടി വെക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും കട്ടിയുള്ള പേപ്പറല്ല, ഇത് കത്തി വരണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി ഓക്സിജനൊക്കെ കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ സൈഡിൽ ഇങ്ങനെ ചുരുട്ടി വെക്കാം. ഇതാണ് നമ്മളെടുത്ത ചിക്കൻ, ഹോൾ ചിക്കനാണിത്. സ്കിന്നുള്ള ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ചിക്കനാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. കാരണം പേപ്പറിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോണെങ്കിൽ വലിയ ചിക്കനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടൊരു മീഡിയം സൈസുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമുക്കൊന്ന് എടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഒരു ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. മസാല പോരാത്തേ കൊണ്ട് ഞാൻ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. സ്കിന്നുള്ള ചിക്കനായതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ. സ്കിന്ന് വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തോലിൻ്റെ മേലെയൊക്കെ നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കാം. അപ്പം മസാല നല്ല അടിപൊളിയായിട്ട് മേൽഭാഗത്തൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉൾഭാഗത്തേക്കും മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മൾ കുറച്ച് ബസ്മതി റൈസ് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, ചിക്കൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നത്. ബസ്മതി റൈസ് വേവിക്കാതെ വെക്കരുത്. നമ്മൾ ഓൾറെഡി 1 മണിക്കൂർ നേരം കുതിർത്തിയിട്ട് അത് ചോറാക്കി വെച്ചതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നല്ല റൈസിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിരിക്കും അതും കഴിക്കാൻ. ബസ്മതി റൈസ് കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ബസ്മതി റൈസ്. ഇത് നന്നായിട്ട് വേവിച്ചതാണ്.
ഇത് കുറച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മതി, വളരെ കുറച്ച്. ഇത് പറഞ്ഞാൽ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ റൈസിലേക്കൊന്ന് ഇറങ്ങിയാൽ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അകത്തേക്ക് മാക്സിമം ഒന്ന് കയറുന്ന രീതിയിൽ കുറച്ച് ചോറ് കയറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ ചിക്കൻ ഒന്ന് എടുത്തിട്ട് മറച്ച് വെച്ച് മസാല ഒന്നും കൂടി ഒന്ന് ഇതാക്കി ഈ വാഴയിലെ തന്നെ അങ്ങോട്ട് ചുറ്റിയെടുക്കാം. ഒരു വാഴയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും കൂടി ഒന്ന് മടക്കാം. ഇതിനി ഫോയിൽ പേപ്പറിൽ ചുറ്റിയിട്ട് വേണം നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ. അപ്പോൾ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ എടുത്തിട്ട് മടക്കി വെക്കാം. അപ്പോൾ ഈ ഫോയിൽ പേപ്പറിലേക്ക് ഈ ചിക്കൻ നല്ലോണം മടക്കിയെടുക്കാം. ഇപ്പോൾ പുകയൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോയിൽ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഈ ഫോയിൽ പേപ്പറിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ ന്യൂസ് പേപ്പറിലേക്ക് വെക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. കാരണം ഇത് നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് ഇറക്കി വെക്കാൻ പാകമാണ്, അതിൻ്റെ ഉള്ളിലിരുന്ന് വേവാൻ പാകത്തിന് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ ഇടയിലേക്ക് ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ചിക്കൻ ന്യൂസ് പേപ്പറിൻ്റെ കറക്റ്റ് നടുവിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തത് കറക്റ്റ് പാകത്തിനാണ് നമ്മൾ കട്ട് ചെയ്തത്. കാരണം കണ്ടോ, നമ്മുടെ ചിക്കൻ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ലെവലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ പേപ്പർ നമ്മൾ കത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ന്യൂസ് പേപ്പറിന് നല്ലോണം തീ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് പയ്യിരുന്ന് കത്തട്ടെ. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറിന് നല്ലോണം തീ പിടിച്ചിട്ടുണ്ട്. കത്താൻ കുറച്ച് സമയം എടുത്തു, എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ കത്തി തുടങ്ങിയിട്ടുണ്ട്. പേപ്പർ നല്ലോണം കത്തി വരുന്നുണ്ട്. പുറമേ കാണുന്നില്ലെങ്കിലും ഉള്ളിൽ നല്ലോണം കത്തുന്നുണ്ട്. അത് നമ്മൾ ഊതുമ്പോൾ തന്നെ കാണാം. ചെറിയ രീതിയിലൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഏകദേശം നമ്മുടെ ചിക്കൻ ഒരു 3/4 വേവായിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് പേപ്പർ ഏകദേശം നല്ലോണം കത്തി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഓരോരോ ലെയറായിട്ടാണ് ഈ സംഭവം കത്തുന്നത്. അപ്പം നല്ല ഹീറ്റ് കിട്ടും അതിൻ്റെ ഉള്ളിലേക്ക്. ഏകദേശം ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. എന്നാലും നല്ലോണം കത്തിക്കോട്ടെ. ന്യൂസ് പേപ്പർ ഇങ്ങനെ നല്ല ലെയറായിട്ട് മൊത്തം കത്തി ചേർന്നിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്, പക്ഷെ നമുക്ക് എന്തായാലും ഒരു 1.5 മണിക്കൂറായില്ലേ കത്തിക്കുന്നത്. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. നമ്മൾ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചെയ്യുന്നത് നല്ല ചൂടുണ്ട്. ഇത് പയ്യൊന്ന് പൊളിച്ചു നോക്കാം. ഇതൊക്കെ നല്ലോണം കത്തി ഇറങ്ങിയിട്ടുണ്ട്. പയ്യെ പൊളിച്ചു നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. റൈസൊക്കെ കണ്ടില്ലേ നന്നായിട്ട്. പിന്നെ ഞാൻ ആ ഗ്രേവി ഉണ്ടായിരുന്നത് എല്ലാം കൂടി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തിനെ കൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ. നന്നായിട്ട് മുറിയുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളൊക്കെ. ആഹാ, നമ്മുടെ റൈസൊക്കെ ഉള്ളിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഉണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉള്ളിൽ റൈസൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് എടുത്ത് നോക്കാം.
സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തിനോട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലോ? അപ്പം മച്ചാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്ക് എങ്ങനെയുണ്ട് നമ്മുടെ സംഗതി. എങ്ങനെയുണ്ട് സംഭവം കിടുവായിരുന്നു കേട്ടോ. പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. ഇച്ചിരി റൈസ് കൂട്ടി കഴിച്ചു നോക്കി നോക്ക്. മസാലേൻ്റെയൊക്കെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്. ഒരു കുത്തലൊന്നും ഫീൽ ചെയ്യുന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെ കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതിനകത്ത് ഇത്ര കുക്കായി കിട്ടുന്നൊക്കെ. ഭയങ്കര വ്യത്യസ്ത കേട്ടോ. പൊളിയുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പറല്ലേ? കിട്ടുക അടിപൊളി, നല്ല അടിപൊളി ഡിഷ്. ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു, എന്നാലും കുഴപ്പമില്ല. സംഗതി നന്നായിട്ട് വെന്ത് നല്ല പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. റൈസ് നല്ല ചിക്കൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു തരുന്നതാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.